ഹായ് ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എങ്ങനെ നമുക്ക് വളരെ ഈസിയായി വീട്ടിൽ തന്നെ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കണ്ടോളൂ. അപ്പോൾ നമ്മൾ പാല് കാച്ചിയതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള പാട റിമൂവ് ചെയ്ത് ഒരു ബോക്സിലാക്കി മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള പാൽപ്പാടയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഏകദേശം 2-3 മാസം കളക്ട് ചെയ്ത പാടയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഓവർനൈറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ പാടയൊക്കെ ഒന്ന് പുളിപ്പായി നമുക്കതിൽ നിന്ന് വെണ്ണ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് തൈര് മിക്സാക്കി വെച്ച പാലിൻ്റെ പാടയിൽ നിന്ന് നമുക്കിനി വെണ്ണ വേർതിരിച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നിന്നും പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളവും കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. വെണ്ണയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ വെണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി നല്ല തണുത്ത വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണെങ്കിൽ നമ്മുടെ വെണ്ണയൊക്കെ അതിൽ മിക്സായി പോകും. അതുകൊണ്ടാണ് തണുത്ത വെള്ളം തന്നെ യൂസ് ചെയ്യുന്നത്. വെണ്ണ നന്നായി പിഴിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളത്തിൻ്റെ അംശം നന്നായി ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ നന്നായി പിഴിഞ്ഞ് തന്നെ എടുക്കണം. അങ്ങനെ ഞാൻ മുഴുവൻ വെണ്ണയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ വെണ്ണ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞ് തണുത്ത വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ണയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്, എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2-3 ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളി നന്നായി മൊരിഞ്ഞ് വരണം. അതാണ് കേട്ടോ നമ്മുടെ നെയ്യിൻ്റെ പാകം. അപ്പോൾ ഇനി ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഈ സമയത്ത് തന്നെ നെയ്യിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്നും കൂടെ മിക്സാക്കി നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെണ്ണയൊക്കെ നല്ല മെൽറ്റായി നെയ്യൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിയൊന്നും മൊരിഞ്ഞ് വന്നിട്ടില്ല. ഉള്ളി മൊരിയുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിടണം. ഓവറായിട്ട് മൊരിയാൻ കാത്തു നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നെയ്യിൻ്റെ പരുവൊക്കെ മാറിപ്പോവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ആറാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതാ നെയ്യൊക്കെ ഒന്ന് തണുത്ത ശേഷം ഞാനിവിടെ അരിച്ച് ഒരു പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് നെയ്യ് ഇവിടെ റെഡിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നെയ്യ് ഇരിക്കും തോറും കട്ടി പരുവത്തിലായി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.